ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ സർവീസസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് വെച്ചാൽ നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ്. അപ്പോൾ ഇത് ഒരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഒറ്റ ക്ലാസ് കൊണ്ട് ഇതിൽ എല്ലാ പോയിൻറ്റുകളും നമുക്ക് ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് ഈ ഒരു ക്ലാസ്സും അടുത്ത ക്ലാസ്സോട് കൂടിയിട്ട് നമ്മളെ ചാപ്റ്റർ അവസാനിപ്പിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സർവീസിന് നിങ്ങളൊരു മെയിൻ സൈഡ് ഹെഡിങ് എഴുതി വെക്കുക. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സർവീസ് നോക്കാം. ഫിനാൻഷ്യൽ സർവീസ് is a part of financial system that provides different types of finance through various credit instruments, financial products and services. അപ്പോൾ ഈ എന്തൊക്കെയാണോ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഒരു ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതേപോലെ ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെ സർവീസുകളാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, അപ്പോൾ എന്തൊക്കെ സർവീസുകളാണോ, പ്രൊഡക്ട്സ് ആണോ, അല്ലെങ്കിൽ എന്താണ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണോ, ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്, അതൊക്കെ എന്തിൽ പെടുന്നുണ്ട്, ഫിനാൻഷ്യൽ സർവീസിൽ പെടുന്നുണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ബാങ്ക് ചെക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എന്താണ്, അതൊരു ഫിനാൻഷ്യൽ സർവീസാണ്. ഒരു ബാങ്ക് DD ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതൊരു ഫിനാൻഷ്യൽ സർവീസാണ്. ലോൺ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് ഫിനാൻഷ്യൽ സർവീസാണ്. അതേപോലെ അവരുടെ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ, അതായത് അവർ കൊടുക്കുന്ന എന്താണ് അധികം പലിശക്ക് കൊടുക്കുന്ന ഡെപ്പോസിറ്റ്സ്, അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീംസ്, ഇതൊക്കെ അവരുടെ പ്രൊഡക്റ്റുകളാണ്. അല്ലെ, അവർ പ്രത്യേകമായിട്ട് പറഞ്ഞു ഇത്ര ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് ഇത്ര തുകയാവുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, അതേപോലെ സർവീസുകൾ, അതായത് ഇപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ സർവീസുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് കൂടുതലായിട്ട് ആ പോയിന്റുകളിലേക്ക് നമുക്ക് വരുമ്പോൾ അത് ഒരുപാട് പറയേണ്ട ഒരു പോയിന്റുകളാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത്. അപ്പോൾ ഇത്തരം സർവീസുകളും ഒരുപാട് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി അടങ്ങുന്നതാണിത് ഫിനാൻഷ്യൽ സർവീസ് എന്ന് വെച്ചാൽ. ഓക്കെ, ഫിനാൻഷ്യൽ സർവീസ് ഇസ് എ ടേം യൂസ്ഡ് ടു റെഫർ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ഫിനാൻസ് ഇൻഡസ്ട്രി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്, ഇവിടെ പറഞ്ഞത് ഫിനാൻസ് ഇൻഡസ്ട്രി തന്നെ. അതായത് ഒരു ഫിനാൻസ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടി അടങ്ങുന്നതിൻ്റെ പേരാണ് ഫിനാൻസ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ. അപ്പോൾ ആ ഇൻഡസ്ട്രി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസുകളുടെയും പേരാണെന്ത്, ഈ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് വെച്ചാൽ. ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് ആൻഡ് ബ്രോക്കറേജസ് ആർ എക്സാമ്പിൾസ് ഓഫ് ദ ടൈപ്സ് ഓഫ് ഫേംസ് ഫോമിംഗ് ദിസ് ഇൻഡസ്ട്രി. ദേ പ്രൊവൈഡ് മണി ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റിലേറ്റഡ് സർവീസസ്. അതായത് അവർ ഇൻവെസ്റ്റ്മെൻറ്റിനും പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമുള്ള കാശൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് മെയിനായിട്ടും ഈ ഫിനാൻഷ്യൽ സർവീസിലൂടെയാണ്. അത് ഈ ഇൻഡസ്ട്രി ഈ ഫിനാൻഷ്യൽ സർവീസസിലൂടെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി താഴെ എന്താ കൊടുത്തിരിക്കുന്നത്, ഫിനാൻഷ്യൽ സർവീസ് ഇസ് എ ടേം യൂസ് ടു ഡിസ്ക്രൈബ് ദോസ് ഓർഗനൈസേഷൻസ് ദാറ്റ് ഡീൽ വിത്ത് മാനേജ്മെൻറ്റ് ഓഫ് മണി. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സർവീസ് എന്ന് വെച്ചാൽ നമുക്ക് ഇത്ര ഇതാണല്ലോ. ചിലപ്പോൾ ഇതൊരു എസ്സേ ചോദ്യമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം ഒരുപാട് ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ട്. അപ്പോൾ ഒരു വലിയൊരു എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ടൈപ്സ് എഴുതി വെച്ചിട്ട് നമുക്കതങ്ങ് വിവരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്സ് എന്ന് വെച്ചിട്ട് നമുക്കൊരു ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, അത് ഒരു 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസിന് 5 മാർക്കിന് മാത്രം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിലൊരു 10ഓളം പോയിന്റുകൾ വന്നാൽ മതി. നമ്മളിവിടെ 13ഓളം പോയിന്റുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 10ഓളം പോയിന്റുകൾ നമ്മൾ എഴുതി വെച്ചാൽ മതി ഒരു 5 മാർക്കിൻ്റെ ചോദ്യത്തിന്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസസ് ആർ ഓഫ് സോ മെനി ടൈപ്സ്, സം ഓഫ് ദം ആർ ലിസ്റ്റഡ് ഔട്ട് ബിലോ. അതായത് താഴെ കൊടുത്തിരിക്കുന്നത്, ഇത് ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്, ഫിനാൻഷ്യൽ സർവീസുകളുടെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ്, ഫാക്ടറിങ് സർവീസാണ്. അപ്പോൾ ഫാക്ടറിങ് എന്ന് വെച്ചാൽ ഒരു ഫണ്ട് ബേസ്ഡ് സർവീസാണ്. ഒരു ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബന്ധപ്പെട്ടുള്ളൊരു സർവീസാണ് എന്ത്, ഫാക്ടറിങ് സർവീസ്. അത് നമുക്ക് തനിച്ച് തന്നെ പഠിക്കാനുണ്ട് ഫാക്ടറിങ് സർവീസ് എന്താണെന്നുള്ളത്. ഓക്കെ, പിന്നെ എന്താണ്, ലീസിങ്, പാട്ടത്തിന് കൊടുക്കൽ ഒരു ഫിനാൻഷ്യൽ സർവീസാണ്. പിന്നെ എന്താണ്, ഹയർ പർച്ചേസ് ഫിനാൻസ്. നമ്മളിപ്പോൾ വണ്ടി ഒക്കെ ഫിനാൻസ് എടുക്കുമ്പോൾ അധികം ഈ ഒരു ഫിനാൻസാണ് കിട്ടുന്നത്, ഫിനാൻഷ്യൽ സർവീസാണ് നമുക്ക് കിട്ടുന്നത്. ഹയർ പർച്ചേസ് ഫിനാൻസാണ് കിട്ടുന്നത്. പിന്നെ ക്രെഡിറ്റ് റേറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു സ്ഥാപനത്തിൻ്റെ കടം വാങ്ങിയാൽ അവർക്ക് തിരിച്ചടയ്ക്കാനുള്ള കഴിവാണ് ക്രെഡിറ്റ് റേറ്റിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് റേറ്റിംഗ് ചെയ്യാണ്. അത് ഇപ്പോൾ ആദ്യമേ ഒരു ബാങ്ക് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിക്കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. എത്ര സമയത്തിനുള്ളിലാണിത് ഇൻസ്റ്റാൾമെൻറ്റുകൾ അടയ്ക്കുന്നത്, കൃത്യസമയത്ത് അടയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് മുൻപേ അവർ വന്ന് അടച്ച് തീർക്കുന്നുണ്ടോ. അപ്പോൾ മുൻപേ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ EMIs ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല റേറ്റിംഗ് ആണ് ആ ബാങ്ക് ആ ഒരു സ്ഥാപനത്തിന് കൊടുക്കുക. ആ ബാങ്ക് ആ ഒരു റേറ്റിംഗ് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. ചിലപ്പോൾ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലേക്കൊക്കെ അത് പ്രൊവൈഡ് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എങ്ങനെ ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് മറ്റ് സ്ഥാപനങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും. ചിലപ്പോൾ അവർ മറ്റ് സ്ഥാപനങ്ങളുടെ അടുത്ത് വന്നിട്ട് ചിലപ്പം ഈ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് വെച്ചാൽ. 5ാമത്തെ പോയിന്റ് പറയുന്നത് മെർച്ചൻറ്റ് ബാങ്കിങ് ആണ്. മെർച്ചൻറ്റ് ബാങ്കിങ് എന്താണെന്ന് വെച്ചാൽ
ഈ പറയുന്ന പോലെ ഈ നമ്മുടെ ബിസിനസ്സുകാരെയൊക്കെ ബാങ്ക് സഹായിക്കുന്ന രീതിയാണ് മെർച്ചൻറ്റ് ബാങ്കിങ്. ഓക്കെ, അതായത് ഇപ്പോൾ ഈ എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ സർവീസാണ്. ഓക്കെ, പിന്നെ ആറാമത്തെ പോയിന്റ് ബുക്ക് ബിൽഡിംഗ് ആണ്. അത് ഷെയർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അണ്ടർ റൈറ്റേഴ്സിനെ, അല്ലെങ്കിൽ ചിലപ്പോൾ ബാങ്കുകളാണ് അധികം ചിലപ്പോൾ അണ്ടർ റൈറ്റേഴ്സ് ആയിട്ട് മാറുക. അണ്ടർ റൈറ്റേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ ക്ലാസ്സിൽ തന്നെ, ഷെയർ വിറ്റ് കൊടുക്കാൻ സഹായിക്കുന്ന ആൾക്കാരാണ്. കാര്യം ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ അറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാണ് അത് ആ ഷെയറുകൾ സ്വീകരിച്ചുകൊണ്ട് ആ പൈസ നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ആ മിനിമം സബ്സ്ക്രിപ്ഷൻ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാരുടെ സഹായം വേണ്ടി വരും. അപ്പോൾ അവരുടെ പേരാണ് അണ്ടർ റൈറ്റേഴ്സ്. അധികം ബാങ്കുകളാണ് അത് ആവാറ്. അപ്പോൾ അതൊരു ഫിനാൻഷ്യൽ സർവീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിനോട് അനുബന്ധമായിട്ട് വരുന്ന ഒരു സംഗതിയാണ് ഈ ബുക്ക് ബിൽഡിംഗ് എന്ന് വെച്ചാൽ. കാര്യം ഈ ഷെയറിൻ്റെ പ്രൈസൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സർവീസാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻ്റ് ആണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ അസറ്റും അതേപോലെ ലയബിലിറ്റിയും മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതിൻ്റെ പേരാണ് അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ്. ഓക്കെ, പിന്നെ എന്താണ് ഹൗസിംഗ് ഫിനാൻസ്. എട്ടാമത്തെ പോയിന്റ് ഹൗസിംഗ് ഫിനാൻസ്. വീട് വെക്കാനായിട്ട് കൊടുക്കുന്ന ലോണുകളാണ് ഹൗസിംഗ് ഫിനാൻസ്. അത് ഗാർഹിക ഉപഭോക്താക്കൾക്ക്, കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നതാണ്. അല്ലേ, അത് വീട് വെക്കുന്നത് ഒരിക്കലും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ചെയ്യില്ല. അല്ലെങ്കിൽ വീട് വെച്ചിട്ട്, അത് ഈ ഇതേപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ആൾക്കാരായിരിക്കണം, ബിൽഡേഴ്സ് ആയിരിക്കണം. വീട് വെച്ചിട്ട് മറ്റുള്ളവർക്ക് മറച്ചു വെക്കുന്ന ആൾക്കാർ. അല്ലാത്ത പക്ഷം നോർമൽ കേസിൽ ഒരു സാധാരണ ബിസിനസ്സുകാരൻ എന്താണ് വീട് വെക്കാൻ ബിസിനസ് ആവശ്യത്തിനായിട്ട് വീട് വെക്കില്ല. അയാളുടെ വീട്ടാവശ്യത്തിനായിട്ട് അല്ലെങ്കിൽ ഗാർഹിക ആവശ്യത്തിനായിട്ടാണ് വീട് വെക്കുക. അപ്പോൾ അധികം ഈ പറയുന്ന പോലെ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനാണ് ഈ പറയുന്ന പോലെ ഹൗസിംഗ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഒൻപതാമത്തെ പോയിന്റ് പോർട്ട്ഫോളിയോ ഫിനാൻസ് ആണ്. പോർട്ട്ഫോളിയോ ഫിനാൻസ് എന്ന് വെച്ചാൽ പോർട്ട്ഫോളിയോ എന്നാണ് ഈ പറയുന്ന പോലെ കളക്ഷൻ ഓഫ് ഷെയർ ആൻഡ് ഡിബഞ്ചർ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെ ഒരു കളക്ഷൻ്റെ പേരാണ് പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ. സെക്യൂരിറ്റീസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫിനാൻസ് പഠിക്കുന്ന നിങ്ങൾ ഈ ഒരു വർഷം സെക്യൂരിറ്റി എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഷെയർ, ഡിബഞ്ചർ ആൻഡ് ബോണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഒരേ സ്വഭാവമുള്ളത്. ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഇതിൻ്റെ ഒരു കളക്ഷൻ്റെ പേരാണ് ഈ പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഈ പോർട്ട്ഫോളിയോ നമുക്ക് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഫിനാൻസ് ചെയ്യാം. ഓക്കെ, അത് ബാങ്കുകൾ ചെയ്യാറുണ്ട്. കാര്യം നിങ്ങൾക്കറിയാം, അതായത് ഈ പറയുന്ന പോലെ നമ്മളൊരു ഷെയർ നമ്മൾ വാങ്ങി നമ്മൾ മറച്ച് വിറ്റിട്ടാണ് പൈസ ഉണ്ടാക്കുക. നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിലും ഇതിന് ഫിനാൻസ് കിട്ടും. ഈ ഷെയർ രാവിലെ വാങ്ങി നമുക്ക് ഇത് മറച്ച് വിൽക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ വിറ്റിട്ട് അവർക്ക് ആ പൈസ കൊടുക്കണം. പക്ഷേ ആ ഒരു ഫിനാൻസ്, അതേപോലെ ഒരു കടമായിട്ട് എന്ത് കിട്ടും, നമുക്ക് ഒരു പൈസ കിട്ടും. അത് ബാങ്കുകളാണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ആ ഷെയർ നഷ്ടത്തിൽ വിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും കൂടി കാശ് എടുത്ത് കൊടുത്ത് നമ്മൾ ആ ഫിനാൻസ് വീട്ടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ പോർട്ട്ഫോളിയോസ് വാങ്ങാനും എന്ത് കൊടുക്കുന്നുണ്ട്, ഫിനാൻസ് കൊടുക്കുന്നുണ്ട്. ഇനി പത്താമത്തത് അണ്ടർ റൈറ്റിംഗ് ആണ്. അപ്പോൾ അണ്ടർ റൈറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു നിശ്ചിത അളവിൽ ഉള്ള ഷെയറുകൾ വിറ്റ് കൊടുക്കുക എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ട് ആ ഒരു ടാസ്ക് ഏറ്റെടുക്കുന്നതിൻ്റെ പേരാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് വെച്ചാൽ. അപ്പോൾ കമ്പനി ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന നേരത്ത് കമ്പനിക്ക് ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടണം. അപ്പോൾ അത് ചിലപ്പോൾ കമ്പനിക്ക് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ കമ്പനി അണ്ടർ റൈറ്റേഴ്സിനെ ഏൽപ്പിക്കും. അവർ അതിന് ശ്രമിക്കും, ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ ശ്രമിക്കും. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അവർ തന്നെ ആ ഷെയറുകൾ വാങ്ങും. അപ്പോൾ അവർക്ക് അതിനൊരു കമ്മീഷനും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് അണ്ടർ റൈറ്റിംഗ്. ഇനി 11ാമത്തെ പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ക്രെഡിറ്റ് റേറ്റിംഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി 12ാമത്തെ പോയിന്റ് ഇൻട്രസ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സ്വാപ്പ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ സ്വാപ്പ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് പാർട്ടീസ് തമ്മിൽ അവരുടെ ക്രെഡിറ്റും അവരുടെ ഇൻട്രസ്റ്റും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സഹായിക്കുകയാണെങ്കിൽ അതൊരു ഫിനാൻഷ്യൽ സർവീസ് ആയിട്ട് പരിഗണിക്കും. രണ്ട് പാർട്ടീസ് തമ്മിൽ അവർ വാങ്ങിയിരിക്കുന്ന കടവും അതേപോലെ അവർക്ക് ഉണ്ടായ ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റേതായ ടെക്നിക്കൽ വശങ്ങൾ വേറെ വരുന്നുണ്ട്, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പഠിക്കുന്നില്ല. അപ്പോൾ അതാണ് ഇൻട്രസ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സ്വാപ്പ് എന്ന് വെച്ചാൽ. അപ്പോൾ അതിന് സഹായിക്കുന്നത് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഫിനാൻഷ്യൽ സർവീസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഓക്കെ, പിന്നെ 13ാമത്തെ പോയിന്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടാണ്. 13ാമത്തെ പോയിന്റ് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ആ മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ വ്യക്തികൾ നമ്മുടെ ഈ കാശ് ഒരുപാട് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാക്സിമം നമുക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും.
ഓക്കെ, അതിപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആവട്ടെ, അല്ലെങ്കിൽ എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, മറ്റ് റിട്ടേൺ ആവട്ടെ, ഡിവിഡൻഡോ ഇൻട്രസ്റ്റോ ഒക്കെ ആവട്ടെ. അപ്പോൾ അതിനനുസരിച്ച് അവർ ഒരുപാട് സെക്യൂരിറ്റീസിൽ നമ്മുടെ കാശ് കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് നമുക്ക് മാക്സിമം റിട്ടേൺ തരും. ഓക്കെ, പക്ഷെ അതിനും അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഫിനാൻഷ്യൽ സർവീസാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ വലിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓർഗനൈസേഷനിൽ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് ഒരുപാട് സെക്യൂരിറ്റീസിൽ നിക്ഷേപിച്ചിട്ട് നമുക്ക് മാക്സിമം റിട്ടേൺ ഉണ്ടാക്കുന്ന തരത്തിൽ അവരെന്താണ് ആ പൈസയെ ഒരു കാലം കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു തരുന്ന രീതിയിലാക്കി തരും. ഓക്കെ, അപ്പോൾ അതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചാൽ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഫിനാൻഷ്യൽ സർവീസസിൻ്റെ. നമുക്ക് ചെറിയ മാർക്കിന് ഒരു 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്നൊരു 10 പോയിന്റ് എടുത്ത് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ചിലതിൻ്റെയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ വലിയൊരു എസ്സേ ആയിട്ട് ഫിനാൻഷ്യൽ സർവീസസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ആ വലിയ രീതിയിൽ തന്നെ നിങ്ങൾ ആ ഒരു എന്താണ് നമ്മുടെ പോയിൻറ്റ്സും കൂടി അല്ലെങ്കിൽ ടോപ്പിക്സും കൂടി എടുത്ത് എഴുതുക. ഇനി അത് തന്നെ ചിലപ്പോൾ 5 മാർക്കിനൊക്കെ അതിൻ്റേതായ രീതിയിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് വെച്ചിട്ട് എന്താണ് പോയിൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ ആദ്യം ഇതൊന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ബേസിസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ അതിനെ തരം തിരിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളതാണ് ചോദ്യം. എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് തരം തിരിച്ചിരിക്കുന്നത് എന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് 2 രീതിയിലാണ് ഫിനാൻഷ്യൽ സർവീസുകളെ തരം തിരിച്ചിരിക്കുന്നത്. വൺ ഈസ് ഫീ ബേസ്ഡ് സർവീസസ്, അതായത് ഇപ്പോൾ നമ്മുടെ അഡ്വൈസറി സർവീസസ്, ബാങ്കുകൾ അഡ്വൈസറി സർവീസ് ചെയ്യും അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെ എന്താണ്, അതൊക്കെ അഡ്വൈസറി സർവീസാണ്. അപ്പോൾ നമുക്ക് വേണ്ട അഡ്വൈസുകളാണ് അവിടെ ബാങ്ക് തരുന്നത് അല്ലെ. ഒരാൾ എങ്ങനെ കൃത്യമായി ലോൺ അടച്ചിട്ടുണ്ടോ എന്ന് ഒരു ബാങ്കിൻ്റെ അടുത്ത് പോയിട്ട് മറ്റൊരു സ്ഥാപനം അഡ്വൈസ് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസ് ചോദിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ബാങ്ക് ഫീ ആണ് വാങ്ങുക, ഒരു നിശ്ചിതമായിട്ടുള്ളൊരു ഫീ ആണ് അതിന് വാങ്ങുക. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താണ്, ഫണ്ട് ബേസ്ഡ് സർവീസാണ്. അതായത് നമ്മുടെ ഫണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഫണ്ട് ഒരാൾക്ക് കൈമാറ്റം ചെയ്യുകയോ, അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് സൂക്ഷിക്കുകയോ, അല്ലെങ്കിൽ നമുക്ക് ഫണ്ട് ഒരു ലോണായിട്ട് തരികയോ, ഇതൊക്കെയാണ് എന്ത് ഈ പറയുന്ന ഫണ്ട് ബേസ്ഡ് സർവീസ്. അതിൽ ഈ പറയുന്ന പോലെ ഫാക്ടറിങ്, വെഞ്ചർ ക്യാപിറ്റലിസം, അതേപോലെ മ്യൂച്വൽ ഫണ്ട്, ഇതൊക്കെ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങുന്നു, ആ ഫണ്ട് അവർ പിരിച്ചിട്ട് പല സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെ നമ്മളെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിന് നല്ലൊരു റിട്ടേൺ തരുന്നു, അതിനൊരു കമ്മീഷൻ അവരെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് 2 ബേസിസിൽ നമ്മുടെ ഫിനാൻഷ്യൽ സർവീസിനെ നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നത്. ഒന്ന് ഫീ ബേസ്ഡ് സർവീസും ഒന്ന് ഫണ്ട് ബേസ്ഡ് സർവീസും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് കണ്ടു, അതേപോലെ അതിൻ്റെ ബേസിസ് കണ്ടു. അപ്പോൾ ആ ടൈപ്സിൽ നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ സർവീസുകളെ വിപുലമായിട്ടൊന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ അതും തനിച്ചായിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് മെർച്ചൻറ്റ് ബാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മെർച്ചൻറ്റ് ബാങ്കിങ്? മെർച്ചൻറ്റ് ബാങ്കിങ് ഈസ് എ ബ്രിട്ടീഷ് കോൺസെപ്റ്റ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ തന്നെ ആയിരിക്കണം അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. നമ്മുടെ നിലവിൽ ഇപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സർവീസുകളിൽ മെർച്ചൻറ്റ് ബാങ്കിങ് ഉണ്ടെങ്കിൽ അത് ഉള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ആരാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ഗ്രൈൻഡ് ലേസ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഗ്രൈൻഡ് ലേസ് ബാങ്ക് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. സിൻസ് ദെൻ എ നമ്പർ ഓഫ്, അതായത് 69-ലാണ് ഇവരിത് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അന്ന് ഇവിടെ ശരിക്കും ബ്രിട്ടീഷുകാരുടെ ഭരണമല്ല, അപ്പോഴും എന്നാലും ബ്രിട്ടീഷുകാരുടെ ഒരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, സിൻസ് ദെൻ എ നമ്പർ ഓഫ് ബാങ്ക്സ് ലൈക്ക് SBI നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതേപോലെ ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, കനറ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, IOB ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഹാവ് ഓർഗനൈസ്ഡ് ദെയർ മെർച്ചൻറ്റ് ബാങ്ക് ഡിവിഷൻസ്. അപ്പോൾ ഈ ബാങ്കുകളൊക്കെ തന്നെ, അപ്പോൾ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ബാങ്കുകളൊക്കെ തന്നെ ഈ മെർച്ചൻറ്റ് ബാങ്കിന് അവർക്ക് ഒരു ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ മെർച്ചൻറ്റ് ബാങ്കിങ് ചെയ്യുന്ന ഡിവിഷൻസ് അവർക്കുണ്ട്. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് മെർച്ചൻറ്റ് ബാങ്കിങ് ഈസ് എ ന്യൂ ലൈൻ ഓഫ് ആക്ടിവിറ്റി ഓഫ് ഇന്ത്യൻ ബാങ്കിങ്. ഇന്ത്യൻ ബാങ്കിങ്ങിൻ്റെ ഒരു ന്യൂ ലൈൻ ഓഫ് ആക്ടിവിറ്റിയാണ്. ഇൻ റീസെൻറ്റ് ഇയേഴ്സ് മെനി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഹാവ് സെറ്റപ്പ് ദെയർ മെർച്ചൻറ്റ് ബാങ്കിങ് ഡിവിഷൻസ് ആൻഡ് സബ്സിഡറീസ്. അപ്പോൾ ഇന്ത്യയിൽ മറ്റ് കമേഴ്ഷ്യൽ ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളും ഒക്കെ ഈ മെർച്ചൻറ്റ് ബാങ്കിങ്ങിന് പ്രത്യേകമായിട്ടുള്ള ഡിവിഷൻസ് അവർ, അല്ല ബാങ്ക് ചെയ്യുന്ന പണിയിൽ നിന്ന് വ്യതിചലിച്ചിട്ട് ചെയ്യുന്ന ഒരു പണീൻ്റെ പേരാണ് ഈ മെർച്ചൻറ്റ് ബാങ്കിങ് എന്ന് വെച്ചാൽ. അല്ല ബാങ്കിങ് സർവീസ് എന്ന് വെച്ചാൽ നമ്മൾ ഫണ്ട് ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഫണ്ട് ഒരാൾക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ വരുന്ന വ്യതിയാനങ്ങളാണ് ബാങ്കിൻ്റെ വരുമാനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ മെർച്ചൻറ്റ് ബാങ്കിങ് എന്ന് വെച്ചാൽ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ നോൺ ബാങ്കിങ് ആക്ടിവിറ്റീസ് ബാങ്ക് ചെയ്യുമ്പോഴാണ് മെർച്ചൻറ്റ് ബാങ്കിങ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ട് ഇവിടെ തീർന്നിട്ടില്ല, നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. റെൻഡറിങ് സർവീസസ് ഓഫ് ആണ്, ഓഫ് നോൺ ബാങ്കിങ് നേച്ചർ ടു ദ ഇൻഡസ്ട്രിയൽ ആൻഡ്
ബിസിനസ് ഹൗസസ്. ദി സർവീസസ് പ്രൊവൈഡ് ബൈ ദം ഇറ്റ് ഇൻക്ലൂഡ്സ്. അതായത് മെർച്ചൻറ്റ് ബാങ്കിങ് എന്ന് വെച്ചാൽ നോൺ ബാങ്കിങ് സർവീസസ് ഇൻഡസ്ട്രിയൽസിനും അതേപോലെ ബിസിനസ്സുകാർക്കും ബാങ്കിങ് സർവീസുകളല്ലാത്ത സർവീസുകൾ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ പേര് മെർച്ചൻറ്റ് ബാങ്കിങ് എന്നാണ്. അപ്പോൾ കൃത്യമായിട്ട് അത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ത് സർവീസാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണ ബാങ്കിങ് സർവീസ് എന്താണ് ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഇഷ്യൂവൻസ് ഓഫ് ലോൺ ആണ് ശരിക്കും ബാങ്കിൻ്റെ മെയിനായിട്ട് വരുന്ന ഒരു സർവീസ്. ഫണ്ട് അലോക്കേറ്റ് ചെയ്യലാണ് ബാങ്കിൻ്റെ പണി. ഇത് കൂടാതെ ബിസിനസ്സുകാരെയും ഈ പറയുന്ന പോലെ ഇൻഡസ്ട്രിയലിസ്റ്റിനെയൊക്കെ സഹായിക്കുന്ന തരത്തിൽ ബാങ്കുകൾ പ്രവർത്തിക്കുമ്പോഴാണ് മെർച്ചൻറ്റ് ബാങ്കിങ് ആവുന്നത്. അപ്പോൾ അതിന് അവർ പ്രത്യേക ഡിവിഷൻസ് ആണ് വെക്കുക. സാധാരണ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല, അതിന് സെപ്പറേറ്റ് ഡിവിഷൻസ് ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് ഈ സർവീസുകൾ, മെർച്ചൻറ്റ് ബാങ്കിൻ്റെ സർവീസുകൾ എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, മെർച്ചൻറ്റ് ബാങ്കിൻ്റെ സർവീസുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ദേ മാനേജ് മാർക്കറ്റ് ആൻഡ് അണ്ടർ റൈറ്റ് ന്യൂ ഇഷ്യൂസ്. ന്യൂ ഇഷ്യൂ മീൻസ് ഷെയറുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ന്യൂ ഇഷ്യൂ മീൻസ് ഷെയറിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് എത്ര ഉണ്ട് എന്നുള്ളതും അതിനെ അണ്ടർ റൈറ്റ് ചെയ്യുന്നതും മെർച്ചൻറ്റ് ബാങ്കുകൾ ചെയ്യാറുണ്ട്. അണ്ടർ റൈറ്റ് മീൻസ് ദേ വിൽ ഗിവ് അഷുറൻസ് ടു ദ ഇഷ്യൂവർ അല്ലെങ്കിൽ ടു ദ കമ്പനി ദാറ്റ് ദേ വിൽ പർച്ചേസ് എ നമ്പർ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ അവരത് വിറ്റ് തരാമെന്നുള്ള രീതിയിൽ പറയും. ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുക എന്നുള്ള രീതിയിൽ മെർച്ചൻറ്റ് ബാങ്കുകൾ. അപ്പോൾ ആ ഒരു സർവീസാണ് മെർച്ചൻറ്റ് ബാങ്കിൻ്റെ ഒരു ഫസ്റ്റ് സർവീസായിട്ട് പറയുന്നത്. അതൊരു മെർച്ചൻറ്റ് ബാങ്കിൻ്റെ സർവീസായിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ദേ പ്രൊവൈഡ് പ്രൊജക്റ്റ് പ്രൊമോഷൻ സർവീസസ് ആൻഡ് പ്രൊജക്റ്റ് ഫിനാൻസ്. പ്രൊജക്റ്റ് ഓക്കെ, അതായത് ഇപ്പോൾ ഒരു പുതിയൊരു വെഞ്ചർ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ 2016 അവർ ലോഞ്ച് ചെയ്തൊരു പ്രൊജക്റ്റാണ് ഈ ജിയോ എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് അല്ലേ. ഇറ്റ് വാസ് എ പ്രൊജക്റ്റ് അല്ലെ. അവർ ആദ്യമായിട്ട് ടെലികമ്മ്യൂണിക്കേഷനിൽ, അതായത് ഒരു വലിയൊരു കമ്പനിയാണ്, ദർ ടെലികമ്മ്യൂണിക്കേഷൻ ഡിവിഷൻ ഈസ് നോൺ ആസ് ജിയോ അല്ലേ. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് ഏതെങ്കിലും ഒരു ബാങ്ക് അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ആ സർവീസുകൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു മെർച്ചൻറ്റ് ബാങ്ക് സർവീസാണ്. അംബാനിക്ക് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതേപോലെ ആ പ്രൊജക്റ്റിന് വേണ്ട ഫിനാൻസ് അല്ലേ, എല്ലാ പൈസയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും എല്ലാ പൈസയും അംബാനിയുടെ കീശയിൽ നിന്ന് എടുക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ലോണായിട്ടൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ പ്രത്യേകമായിട്ട് ഫിനാൻസ് ഈ പ്രൊജക്റ്റിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ഫിനാൻസ് മൊത്തം അതിനായിട്ട് ചെയ്യുകയാണെങ്കിൽ, ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഒരു ബാങ്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു മെർച്ചൻറ്റ് ബാങ്കിങ് സർവീസാണ്. സാധാരണ ഒരു ബാങ്കിങ് സർവീസ് അല്ല. സാധാരണ ഒരു ബാങ്ക് നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് ഫിനാൻസ് അല്ലെങ്കിൽ ഈ പ്രൊമോഷൻ വർക്കൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ അത് ഒരു മെർച്ചൻറ്റ് ബാങ്കിങ് സർവീസ് തന്നെയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഓർഗനൈസേഷൻ ക്രെഡിറ്റ് ആൻഡ് അതർ ഫെസിലിറ്റീസ്. അപ്പോൾ ഓർഗനൈസേഷന് ക്രെഡിറ്റ് കൊടുക്കുക, പിന്നെ അതർ ഫെസിലിറ്റീസ്. അപ്പോൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഒരു ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന നേരത്ത് അതെന്താവുകയാണ്, മെർച്ചൻറ്റ് ബാങ്കിങ് ആവാണ്. പിന്നെ നാലാമത്തെ പോയിന്റ് പറയുന്നത് ലീസിങ് ഇൻക്ലൂഡിങ് പ്രൊജക്റ്റ് ലീസിങ്. ലീസിങ് മീൻസ് പാട്ടം. ഓക്കെ, അപ്പോൾ അതൊക്കെ കൊടുക്കുക, സാമഗ്രികളൊക്കെ പാട്ടത്തിന് കൊടുക്കുക പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. പ്രൊജക്റ്റ് മീൻസ് ഒരു ബിസിനസ് വെഞ്ചറിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒരാൾ വന്നിട്ട്, അതായത് ഇപ്പോൾ ഒരു സാധാരണ ബിസിനസ്സുകാരൻ, അയാൾ ടെക്സ്റ്റൈൽ ഷോപ്പാണ്. അപ്പോൾ അയാൾക്ക് പുതിയതായിട്ടുള്ള ബിസിനസ്സിലേക്കുള്ള അല്ലെങ്കിൽ പുതിയ മേഖലകളിലേക്ക് കടക്കണം. അപ്പോൾ അയാൾ ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ പ്രൊജക്റ്റാണത്. അപ്പോൾ അതിനായിട്ട് എല്ലാ സ്ഥലം പാട്ടത്തിനെടുക്കാനൊക്കെ ബാങ്ക് സഹായിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തിൽ പെടും? മെർച്ചൻറ്റ് ബാങ്കിങ്ങിൽ. ഒരു മെർച്ചൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ബാങ്ക് അയാളെ സഹായിക്കുക കാര്യങ്ങൾ. ഇതാണ് മെർച്ചൻറ്റ് ബാങ്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ദേ വിൽ പ്രൊവൈഡ് കോർപ്പറേറ്റ് സർവീസസ്. കോർപ്പറേറ്റ് മീൻസ് റിലേറ്റഡ് ടു കമ്പനീസ്, അതായത് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് കോർപ്പറേറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ കോർപ്പറേറ്റ് സർവീസസ്, അതായത് കമ്പനിക്ക് പ്രത്യേക നിയമമുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മൾ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പറിൽ കണ്ടതാണ്. അപ്പോൾ കോർപ്പറേറ്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേക ടാക്സ് ആണ് അല്ലെ, കമ്പനീസിൻ്റെ പ്രത്യേക ടാക്സാണ് വരുന്നത്, പ്രത്യേക നിയമങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സർവീസുകളൊക്കെ മെർച്ചൻറ്റ് ബാങ്കും കൂടി അവരെ സഹായിക്കുമ്പോൾ ഒരു ബാങ്ക് അവരെ സഹായിക്കുമ്പോൾ അത് മെർച്ചൻറ്റ് ബാങ്കിങ്ങിൻ്റെ പരിധിയിലാണ് വരിക. മെയിനായിട്ട് ഈ മെർച്ചൻറ്റ് ബാങ്കിങ് എന്ന് ഉദ്ദേശിക്കുന്നത് കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ്. മെയിനായിട്ട് വലിയ വലിയ ബിസിനസ് നടത്തുന്ന കോർപ്പറേറ്റുകളാണ്, കമ്പനീസിനെ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ബാങ്കുകൾ സാധാരണക്കാരൻ പോയാൽ അയാൾക്ക് വേണ്ടി ഒരു മെർച്ചൻറ്റ് ബാങ്കിങ് സർവീസ് വളരെ റയറായിട്ടേ ചെയ്യുള്ളൂ. അത് ചെറുകിട വ്യാപാരി പോയി കഴിഞ്ഞാൽ, വൻകിട വ്യാപാരികളാണ് ചെയ്യുക. അത് ഒരു ഏകാംഗ വ്യാപാരി ഒരിക്കലും വൻകിട വ്യാപാരിയായിട്ട് ഉണ്ടാവില്ല. എപ്പോഴും അതൊരു കമ്പനീൻ്റെ രൂപത്തിലേക്ക് അത് മാറും. അപ്പോൾ കോർപ്പറേറ്റ് സർവീസുകൾ ബാങ്ക് ചെയ്യുകയാണെങ്കിൽ അത് ആറാമത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ദേ വിൽ പ്രൊവൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസ്. എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അഡ്വൈസ് ചെയ്യും ബാങ്ക് അല്ലേ. സാധാരണ ഒരു ബാങ്കിൻ്റെ പണിയാണത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരൻ പോയിട്ട് ഒരു ബാങ്കിൻ്റെ ഒരു ശാഖയിൽ ചെന്നിട്ട് ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലാണ് എനിക്ക് കൂടുതൽ പൈസ കിട്ടുക എന്നുള്ളത്
ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയില്ല. പക്ഷെ അവരുടെ മെർച്ചൻറ്റ് ബാങ്കിങ് ഡിവിഷനിൽ ചെന്നിട്ട് നമുക്ക് അതിന് എന്താണ് കൃത്യമായൊരു ഫീസൊക്കെ അടച്ചിട്ട് നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീസും കാര്യങ്ങളും ആ ബാങ്കിൻ്റെ നമുക്ക് എന്താണ് പേയ്മെൻറ്റ്സ് വളരെ കൂടുതലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അധികം വലിയ വലിയ സ്ഥാപനങ്ങളും അതേപോലെ വലിയ രീതിയിലുള്ള ബിസിനസ് നടത്താൻ പോകുന്ന ആൾക്കാരൊക്കെയാണ് ഇത് മെയിനായിട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, സാധാരണക്കാർ ചിലപ്പോൾ എന്താണ് പുതിയ സ്റ്റാർട്ടപ്പിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ അഡ്വൈസറി സർവീസ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പൈസ ലഭിക്കുക എന്നുള്ളത് എന്താണ് മെർച്ചൻറ്റ് ബാങ്കിങ്ങിൽ ഒരു സർവീസായിട്ട് വരുന്നതാണ്. പിന്നെ ഏഴാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഇറ്റ് വിൽ പ്രൊവൈഡ് ബോട്ട് ഔട്ട് ഡീൽസ്. അതായത് ഈ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ ബാങ്കുകൾ ഒരു സ്പോൺസറായിട്ട് നിലനിൽക്കുകയാണ്. അതായത് ഇവർ സ്പോൺസർ ചെയ്യാണ്, ബാങ്ക് സ്പോൺസർ ചെയ്യാണ്. അതായത് ബാങ്കിന് അവിടെ പരസ്യമൊക്കെ വെച്ചിട്ട് ഇവിടെ ഷെയറുകൾ ഈ ഇന്ന കമ്പനിയുടെ ഷെയറുകൾ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പരസ്യം വെച്ചിട്ട് അവരൊരു സ്പോൺസറായിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ ആ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിനെ ബാങ്ക് സ്വാധീനിക്കുക ഈ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാനായിട്ട്. അതാണ് ബോട്ട് ഔട്ട് ഡീൽസ്. അതും മെർച്ചൻറ്റ് ബാങ്കിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, വെഞ്ചർ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊജക്റ്റ് എന്താണ് നേരത്തെ ഫിനാൻസ് ചെയ്യാമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു വെഞ്ചറിനായിട്ട് ക്യാപിറ്റൽ സമാഹരിക്കാൻ നമ്മളെ സഹായിക്കുക. ഓക്കെ, പിന്നെ 9ാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്, ഇറ്റ് വിൽ പ്രൊവൈഡ് മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ഓഫ് ഷോർ ഫണ്ട്. അതായത് ഓഫ് ഷോർ വിദേശത്ത് നമുക്ക് ഫണ്ടുകൾ എന്താണ് നിക്ഷേപിക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഓഫ് ഷോർ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കണമെങ്കിൽ ബുദ്ധിമുട്ടല്ല, അതിന് ചില ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് വേറെ വരുന്നുണ്ട്. നമുക്ക് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിക്ഷേപിക്കുന്ന പോലെ ഒരു വിദേശ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അതേ എന്താണ് പറയുന്ന പോലെ പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് ഓഫ് ഷോർ ഫണ്ടിന് നമുക്ക് ഈ ബാങ്കിൻ്റെയൊക്കെ സഹായം ചിലപ്പോൾ തേടേണ്ടി വരും. അപ്പോൾ അത് ഒരു മെർച്ചൻറ്റ് ബാങ്കിങ് സർവീസാണ്. ഓക്കെ, അതേപോലെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാനും ബാങ്കുകൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് നോർമൽ ബാങ്കിങ് സർവീസ് അല്ല, അത് മെർച്ചൻറ്റ് ബാങ്കിങ്ങിൽ പെട്ടൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് പോയിന്റ് 10ാമത്തെ പോയിന്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്. നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കൃത്യമായി മാനേജ് ചെയ്യാനായിട്ട് ബാങ്ക് ചിലപ്പോൾ സഹായിക്കും. അത് എവിടേക്കാണ് ചെയ്യേണ്ടതെന്നുള്ളതും അത് എപ്പോഴാണ് പിൻവലിക്കേണ്ടത്, അത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ വക മാനേജ്മെൻ്റ് അല്ലേ അതിൻ്റെ ഒരു എല്ലാം നമ്മളൊന്ന് മേൽനോട്ടം വഹിക്കാനായിട്ട് ബാങ്കുകൾ സഹായിക്കും. അതും എന്താണ് മെർച്ചൻറ്റ് ബാങ്കിങ്ങിൻ്റെ ഒരു സർവീസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ മെർച്ചൻറ്റ് ബാങ്കിങ് ആണ് കണ്ടത്. ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് സ്റ്റോക്ക് ബ്രോക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റോക്ക് ബ്രോക്കിംഗ്? അതൊരു ഫിനാൻഷ്യൽ സർവീസാണ്. അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനുള്ള ആൾക്കാരാണ് ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. അപ്പോൾ ആ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ചെയ്യുന്ന പണിയുടെ പേരാണ് സ്റ്റോക്ക് ബ്രോക്കിംഗ്. അതായത് ഈ പറയുന്ന കമ്പനി നമ്മൾ ഒരു ഷെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് മുഖാന്തരമാണ് നമുക്കധികം ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ പറയുന്ന പോലെ ഷെയർ വാങ്ങാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദേ പ്ലേ സിഗ്നിഫിക്കൻറ്റ് റോൾസ്. ദേ ആർ മെമ്പേഴ്സ് ഓഫ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അതായത് അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സ് ആയിരിക്കും ഈ പറയുന്ന സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. ദേ ബൈ സെൽ ഓർ ഡീൽ ഇൻ സെക്യൂരിറ്റീസ്. അവർ സെക്യൂരിറ്റീസ് വാങ്ങും, അത് വിൽക്കും, പിന്നെ അതിൽ ഡീലും ചെയ്യും, അതിന് ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. ഇറ്റ് എമേർജ്ഡ് ആസ് പ്രൊഫഷണൽ അഡ്വൈസറി സർവീസ് ഇൻ ഇന്ത്യ. അപ്പോൾ അതൊരു പ്രൊഫഷണൽ അഡ്വൈസറി സർവീസാണ്. അതൊരു പ്രൊഫഷനായിട്ടാണ് ഇന്ത്യയിൽ കരുതുന്നത്. ഈ സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷനാണ്, അതായത് പ്രത്യേക ഒരു കഴിവ് തന്നെ വേണം. ഓക്കെ, ദേ ഹാവ് ടു വർക്ക് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫേം വർക്ക്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫേം വർക്ക് അല്ല. അപ്പോൾ ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ ഫേമുകളൊക്കെ നമുക്കിപ്പോൾ ഏത് സ്ഥലത്തും നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും നമുക്ക് എന്താണ് ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ ഈ ഫേമുകൾ ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അവർക്കൊരു പ്രിസ്ക്രൈബ്ഡ് ഫ്രെയിം വർക്കിനുള്ളിൽ നിന്നാണ് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ദേ മസ്റ്റ് ഒബ്റ്റെയിൻ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഫ്രം സെബി, അതായത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ നിയന്ത്രിക്കുന്ന ഒരു സംഘടനയാണ് ഇന്ത്യയിൽ. അതൊരു ഗവൺമെൻറ് അംഗീകൃത സംഘടനയാണ്, ഗവൺമെൻറ് അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് രജിസ്ട്രേഷൻ കിട്ടിയ ആൾക്കാർക്കാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുക. അത്ര ഫേം നമുക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെബിയുടെ രജിസ്ട്രേഷൻ നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ മെർച്ചൻറ്റ് ബാങ്കിങ് പോലെ മറ്റൊരു ഫിനാൻഷ്യൽ സർവീസാണ് സ്റ്റോക്ക് ബ്രോക്കിംഗ്. ഇനി അടുത്ത ഫിനാൻഷ്യൽ സർവീസായിട്ട് നമ്മളിവിടെ പഠിക്കുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്നുള്ളത് നോക്കാം. ആസ് എ ഫീ ബേസ്ഡ് അഡ്വൈസറി ഫിനാൻഷ്യൽ സർവീസ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഈസ് ഓഫ് എ കമ്പാരാറ്റീവ്ലി റീസെൻ്റ് ഒറിജിൻ. അപ്പോൾ അത് അടുത്ത കാലത്തായിട്ട് റീസെൻ്റ് ഒറിജിനാണ്, അടുത്ത കാലത്തായിട്ട് വന്നിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സർവീസാണ് ഈ പറയുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് വെച്ചാൽ. ക്രെഡിറ്റ് റേറ്റിംഗ് ഈസ് എസെൻഷ്യലി എ സിംബോളിക് ഇൻഡിക്കേറ്റർ
ഓഫ് ദ റിലേറ്റീവ് ഗ്രേഡിംഗ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ് ക്വാളിറ്റീസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ക്രെഡിറ്റ് ക്വാളിറ്റി കാണിക്കുന്നതാണ് ഈ പറഞ്ഞ ക്രെഡിറ്റ് റേറ്റിംഗ്. ഇറ്റ് reflects the ability of the issuer of such instrument to meet servicing obligation as and when they arise. There are 4 credit rating agencies in the country. Credit Rating Information Services of India Limited CRISIL അതല്ലാന്നുണ്ടെങ്കിൽ and Credit Rating Agency of India. ഓക്കെ, അപ്പോൾ ഈ ഒരു വേർഡിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ 4 ഉണ്ട്, 2 അവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണമായിട്ട് ക്രിസിൽ എന്ന് എഴുതിയാൽ മതി. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. അപ്പോൾ മെയിനായിട്ടൊരു കമ്പനി ഇപ്പോൾ ഡിബഞ്ചർ ഇറക്കുകയാണ്. അപ്പോൾ അതിന് മുൻപ് ആ കമ്പനി ഡിബഞ്ചർ ഇറക്കിയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് പൈസ കൊടുത്തിട്ടുണ്ടോ, കൃത്യമായിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടോ, അപ്പോൾ അതൊക്കെ റേറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, ആ റേറ്റിംഗ് ചെയ്യുന്നത് ഈ ക്രിസിൽ പോലെ അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ പോലുള്ള സ്ഥാപനങ്ങളാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെന്താണ്, അതൊരു ഫിനാൻഷ്യൽ സർവീസിംഗ് ആണ്. അപ്പോൾ ഒരാളുടെ ക്രെഡിറ്റ് പേയിങ് എബിലിറ്റീനെ നമുക്ക് റേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ആ റേറ്റിംഗ് ഹൈ ആയൊരു സ്ഥാപനത്തിൻ്റെ ഡിബഞ്ചറോ ബോണ്ടൊക്കെ നമുക്ക് പോയി സുഖമായിട്ട് വാങ്ങാൻ സാധിക്കും. ഇതേപോലെ ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബാങ്കിനെ സമീപിച്ച് കഴിഞ്ഞാൽ ബാങ്കിനും ഈ ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കിയിട്ട് കൃത്യമായിട്ട് ലോണ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ കാണുന്ന ഫിനാൻഷ്യൽ സർവീസ്. ബാക്കിയും ഇനി ഫിനാൻഷ്യൽ സർവീസുകൾ വരുന്നുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.